എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ്. ജീവിതത്തിൻ്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഇനി എന്തെന്ന് ചിന്തിച്ച് തല പുകച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതെൻ്റെ തന്നെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലുണ്ടായ ചില സംഭവവികാസങ്ങളുടെ ഒരു പുനരാവിഷ്കരണമാണ് കേട്ടോ. അപ്പം നമ്മുടെ കഥ തുടങ്ങുന്നത് 2020 കാലഘട്ടത്തിലാണ്. ഞാൻ ആ സമയം യുഎഇയിലായിരുന്നു. എൻ്റെ രണ്ടാമത്തെ മകളെ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, 2020 കോവിഡ് എല്ലാത്തരം ഭീകരതയോടുകൂടി നമ്മുടെ ലോകത്ത് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു എൻ്റെ പ്രസവ കാലഘട്ടം. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഗൾഫിൽ ആ സമയത്തൊക്കെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ടൈമിംഗ് ആയിരുന്നു. ലേബർ ക്യാമ്പുകളിൽ നിന്നും ധാരാളം മനുഷ്യരെ ഇന്ത്യയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഉള്ള തീവ്ര ശ്രമങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നു. TV തുറക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെ ഒന്ന് പോയി നിൽക്കാനോ ജനലിൽ കൂടെ ഒന്ന് നോക്കാൻ പോലുമുള്ള ഒരു ശക്തി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം എങ്ങോട്ട് നോക്കിയാലും ആംബുലൻസുകളും ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളും അല്ലെങ്കിൽ സൈറൻ മുഴക്കി പോകുന്ന വണ്ടികളുടെയും ആളുകളുടെ ദുഃഖങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഒരു കാലഘട്ടമായിരുന്നല്ലോ അത്. അപ്പം നമ്മൾ ഫോൺ എടുത്താൽ പോലും കാണുന്നത് ഇത്ര ലക്ഷങ്ങളുടെ കണക്കുകളാണ്. ഓരോ ദിവസവും ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കണക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത്രയും ഭയാനകരമായ ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് നാട്ടിലേക്ക് വരാനും സാധിച്ചില്ല. എൻ്റെ അമ്മ കുറച്ച് നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിനുശേഷം അമ്മയ്ക്ക് തിരിച്ചു വരാൻ, എൻ്റെ അടുത്തേക്ക് വരാനും അമ്മയ്ക്ക് സാധിച്ചില്ല. കാരണം അപ്പോഴത്തേക്കും പ്ലെയിൻ എല്ലാം ബന്ദ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6 മാസ കാലഘട്ടം വളരെ 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 മോശപ്പെട്ട ഒരു സമയം കൂടിയായിരുന്നു. അപ്പം ഗൾഫിലൊക്കെ ഇതിൻ്റെ ഭീകരാവസ്ഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ വളരെ ഭീതിയോടായിരുന്നു ഗൾഫിലുള്ള ആളുകളെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. കാരണം ആ സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം കോവിഡ് കേസുകളൊക്കെ കുറവായിരുന്നു. എന്തായാലും ആ സമയത്തേക്ക് എന്നെ സഹായിക്കാൻ ഒരു ചേച്ചി ഏർപ്പാടാക്കിയിരുന്നു. പ്രസവമൊക്കെ അതിൻ്റെ വഴിക്കൊക്കെ നടന്നു. വീട്ടിൽ തിരിച്ചു വന്നു. ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഏകദേശം ഒരു 10-24 ദിവസം ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം എനിക്ക് ചെറുതായിട്ട് ജലദോഷം, മൂക്കിലൊക്കെ ജലദോഷമാണ്, ചുമ അങ്ങനെയൊന്നുമില്ല, ജലദോഷത്തിൻ്റെ സിംറ്റംസാണ്. ത്രോട്ട് പെയിനൊക്കെ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ പോയി അവർ കോവിഡിൻ്റെ ടെസ്റ്റൊന്നും നടത്തിയില്ല. പക്ഷേ ജസ്റ്റ് ക്ലിനിക്കിൽ പോയി മരുന്ന് തന്നു. എന്നിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസത്തിന് ശേഷം ചേച്ചിക്ക്, എന്നെ നോക്കാൻ വന്ന ചേച്ചി പെട്ടെന്ന് എന്തോ പനിയാണെന്നെന്തോ പറഞ്ഞ് പുള്ളിക്കാരി വരാതെയായി. പിന്നെ എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല. കാരണം ചേച്ചിയോട് പ്രത്യേകം പറഞ്ഞിരുന്നു ലിഫ്റ്റിലും അങ്ങനെയുള്ള എന്താ പറയുക, ഈസി ആയിട്ട് വണറബിളായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും പോയി ടച്ച് ചെയ്യരുത്, അല്ലെങ്കിൽ ആളുകളുമായിട്ട് അധികം സംസർഗത്തിന് പോകരുതെന്നൊക്കെ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കാം. ഹോസ്പിറ്റലിൽ കുറേ തവണയൊക്കെ പോകേണ്ടി ഇതിനിടയ്ക്ക് വന്നിരുന്നു. അതല്ലെങ്കിൽ എന്നെ നോക്കാൻ വന്ന ആളിൽ നിന്നായിരിക്കാം. എവിടുന്നോ എനിക്ക് കൊറോണ പിടിച്ചു, എനിക്കും എൻ്റെ കുഞ്ഞിനും. അത് അറിയാൻ ഒരുപാട് താമസിച്ചു. ഞാനതും കൊണ്ട് കുറച്ച് നാൾ നടന്നു. എൻ്റെ കുഞ്ഞിൻ്റെ 28 അന്ന് തൊട്ട് എനിക്കൊരു അന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു. എങ്കിൽ കൂടിയും ചടങ്ങൊക്കെ ഭംഗിയായി നടന്നു. അതിനുശേഷം ഒരു ഈവനിങ് ടൈമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു തളർച്ച എന്നെ ബാധിച്ചു. എനിക്ക് തീരെ സുഖമില്ലാതായി. അതിനെ തുടർന്ന് ലൂസ് മോഷന് അങ്ങനത്തെയൊക്കെയുള്ള വൊമിറ്റിങ് ഒക്കെ തുടങ്ങി. അപ്പോഴും എനിക്ക് മനസ്സിലൊരു ആദി തുടങ്ങി, ഇത് ഇനി കൊറോണ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്ക് ഒരു തരത്തിലും കൊറോണ വരാൻ സാധ്യതയൊന്നുമില്ല, നീ പുറത്തൊന്നും പോകുന്നില്ല. കാരണം ലോക്ക്ഡൗൺ ആണ്. ഓഫീസിൽ നിന്നാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. കുഞ്ഞിന്, എൻ്റെ മൂത്ത കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ്സാണ്. പക്ഷേ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുള്ളി പുറത്തൊക്കെ പോകുന്നുണ്ട്. ഗ്ലൗസൊക്കെ ധരിച്ചൊക്കെയാണ് പോകുന്നത്. എങ്കിൽ കൂടി പുള്ളിക്ക് 100% കോൺഫിഡൻ്റ് ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ. പക്ഷേ എനിക്ക് എന്തോ തോന്നി, ഡേ ബൈ ഡേ എൻ്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരുന്നു. എനിക്ക് ശരീരത്തിന് തീരെ സുഖമില്ല. എന്ത് കഴിച്ചാലും ഒന്നിനൊരു സുഖം തോന്നുന്നുണ്ടായിരുന്നില്ല. ഒന്നും കഴിക്കാനും തോന്നുന്നില്ല. അതുപോലെ ഒരു ദിവസം രാവിലെ ഒരു വെളുപ്പാങ്കാലത്ത് ഒരു 4 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് എനിക്കത് മനസ്സിലായി. എൻ്റെ ദേഹത്തേക്ക് പെട്ടെന്ന് ഒരു ഇരുട്ട് പോലെ എന്തോ, കണ്ണിലേക്ക് ഒരു ഇരുട്ട് പോലെ എന്തോ വരുമോ. അന്ന് തൊട്ട് ഞാൻ വല്ലാത്തൊരു മാനസികമായിട്ടുള്ള
ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോവുകയായിരുന്നു ചെയ്തതെന്ന് വെച്ചാൽ വിഷാദമോ. നമുക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നതാണ്, പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ഡിപ്രഷനാണല്ലോ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഇതല്ല, എന്തോ ഒരു ഭയാനകരമായ ഒരു അവസ്ഥ, ഒരു ഒറ്റപ്പെടൽ, ഒരു വേദന. എന്നെ നോക്കാൻ വന്ന ചേച്ചിയും ആ സമയത്ത് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പോയപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഡെഫിനറ്റ്ലി പോയി നോക്കണം, കൊറോണ ചെക്ക് ചെയ്യണം എന്ന് വാശി പിടിച്ചിട്ട് പോയി ചെക്ക് ചെയ്തു കഴിഞ്ഞപ്പം 2 ദിവസം, അന്ന് ഇന്നത്തെ പോലൊന്നും അല്ല, 48 മണിക്കൂർ അല്ലെങ്കിൽ 72 അവേഴ്സിനുള്ളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അങ്ങനെ 48 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവ് എന്ന് കണ്ടു. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മൂത്ത കുട്ടിക്കോ ഉണ്ടായിരുന്നില്ല. ആ സമയം ഞാനാകെ തകർന്ന് തരിപ്പണമായ അവസ്ഥയാണ്. ഞാനിപ്പോഴും ഓർക്കുകയാണ് ആ അവസ്ഥയൊക്കെ. ഞാൻ ആ കിച്ചൻ്റെ സൈഡിൽ നിന്ന് പൊട്ടി ഇങ്ങനെ കരയുകയാണ്. കാരണം എനിക്കറിയാം കൊറോണ വന്നു കഴിഞ്ഞാൽ ദുബായിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണം. അവർ ആംബുലൻസ് കൊണ്ടുവരും, നമ്മളെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ പേടി എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകളൊക്കെ ഒന്നും പെട്ടെന്നൊന്നും നെഗറ്റീവ് ആകത്തില്ല, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ആകത്തില്ല. ഇപ്പോഴൊക്കെയെന്ന് പറയുന്നത് 14 ദിവസത്തിന് ശേഷം നമ്മൾ നെഗറ്റീവ് സ്റ്റേജിലാണ് നമ്മുടെ ശരീരം പോകുന്നത്. പിന്നെ ആർക്കും അത് പകരാനുള്ള ചാൻസ് ഇല്ല. ചില സമയത്ത് പോസിറ്റീവായിട്ട് കാണിച്ചാലും ശരീരത്തിൽ ബോഡിയിൽ അതിൻ്റെ അണുക്കളില്ലായിരിക്കും. അപ്പോൾ നെഗറ്റീവാണ്. 14 ദിവസത്തിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ആ സമയത്ത് അതൊന്നും ആയിരുന്നില്ല. നമ്മൾ എന്ന് നെഗറ്റീവ് ആകുന്നു ആ സമയത്ത് മാത്രമേ നമ്മളെ വീട്ടിൽ വിടത്തുള്ളൂ. ഒന്നീ ഹോട്ടലുകളിൽ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വലിയ ആശുപത്രികളിൽ, അങ്ങനെയൊക്കെയാണ് ക്വാറൻറ്റൈൻ ഏർപ്പെടുത്തുന്നത്. അപ്പം എന്നെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതോർത്താണ് ഞാൻ കരയുന്നത്. കൂടെ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, 1 മാസം പോലും ആയിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഒരു വലിയ കമ്പനിയിലാണ്. അപ്പോൾ പുള്ളിയുടെ തന്നെ കമ്പനിയുടെ ഹോട്ടൽസൊക്കെ ഉണ്ട്. അവിടെ എന്നെ ക്വാറൻറ്റൈനിൽ ഇരുത്താമെന്ന് പുള്ളിയുടെ ബോസ് വിളിച്ചു പറഞ്ഞു. കാരണം അവിടെ ഹോട്ടലാണ്, നമുക്ക് ഫുഡെല്ലാം ഡോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കും. പക്ഷേ എങ്കിലും എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും, എത്ര സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഞാനും ആ കുഞ്ഞും ഒറ്റയ്ക്ക് ആ മുറിയിൽ എങ്ങനെ കഴിച്ചു കൂട്ടും? അതും 2 മാസമൊക്കെ കഴിഞ്ഞാണ് ഓരോരുത്തർ തിരിച്ച് 2-2.5 മാസം കഴിഞ്ഞാണ് മനുഷ്യരെ തിരിച്ച് വീട്ടിലോട്ട് വിടുന്നത്. എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ആളുകൾ മരിക്കുന്നു, ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോകുന്നു, എവിടെയും ഒരു ഭീകരാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മരണാവസ്ഥയാണ്, ശോകാവസ്ഥയാണ്. കൊറോണ വരുന്ന ഒരുപാട് പേര് മരിച്ചു പോവുകയാണ്. നമുക്ക് കാണുന്ന വാർത്തകൾ മൊത്തം ഇതാണല്ലോ. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, എനിക്ക് ഇവിടം വിട്ട് പോകേണ്ടി വരുമല്ലോ ദൈവമേ എന്നുള്ളൊരു ചിന്തയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ മാത്രം ജസ്റ്റ് ഒന്ന് അറിയിച്ചിരുന്നു. എൻ്റെ ആങ്ങളെയും അമ്മയും മാത്രമാണ് ഈ കാര്യം അറിയിച്ചിരുന്നത്. വേറെ ആരോടും പറയാനുള്ള ശക്തിയോ സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞു ഞാൻ എങ്ങോട്ടും പോവില്ല, ഞാൻ ഈ വീട്ടിൽ തന്നെ, ഈ ഒരു മുറിയിൽ തന്നെ ഞാൻ കഴിഞ്ഞു കൂടിക്കോളാം, ഇത് നെഗറ്റീവ് ആകുന്ന വരെ. അപ്പോൾ ശരി, എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ മുറിയിൽ കഴിച്ചു കൂട്ടുകയും ഞാനും എൻ്റെ കുഞ്ഞും ഏകദേശം 2 ആഴ്ചയോളം പ്രാർത്ഥന, എങ്ങനെയും ഒന്ന് നെഗറ്റീവ് ആവണേ എന്നുള്ള പ്രെയർ കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിന് ലൂസ് മോഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി കുഞ്ഞിനും കൊറോണ ആയിരിക്കാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞു മോൾക്ക്, അതായത് 1 മാസം കഴിഞ്ഞിട്ടേ അവൾക്കും കൊറോണ പോസിറ്റീവാണ്. അതോടുകൂടി എൻ്റെ ഹസ്ബൻഡ് ആകെ തകർന്ന് തരിപ്പണമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പുള്ളി വല്ലാത്തൊരവസ്ഥയിലായി. പുള്ളിയെ വിളിക്കുന്ന ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു, ഇനിയും അവിടെ നിർത്തുന്നത് ശരിയല്ല, കുഞ്ഞിനും കൂടെ ആയ സ്ഥിതിക്ക് പെട്ടെന്ന് നിങ്ങൾ അവരെ ക്വാറൻറ്റൈൻ ചെയ്യിക്കണം എന്ന് പറഞ്ഞു. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ, ന്യൂ ബോൺ ബേബീസൊക്കെ വന്നു കഴിഞ്ഞാൽ ഹൈ റിസ്ക്കാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കൊട്ടും നെഗറ്റീവുമായിട്ടില്ല. അപ്പം 2 വീക്സ് ഇങ്ങനെ നോക്കി പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഇന്ന് ഇപ്പോൾ നെഗറ്റീവ് ആകും, നാളെ നെഗറ്റീവ് ആകും. പ്രാർത്ഥനയും കണ്ണീരോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, നീ ശുഭപ്രതീക്ഷയോടെ ഇരിക്കണം. കാരണം നെഗറ്റീവ് മൈൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആവത്തില്ല. പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമേ കൊറോണ നെഗറ്റീവ് ആവുള്ളൂ എന്നുള്ള കൺസെപ്റ്റില്ല. ഞാൻ പോസിറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഓരോ ദിവസം കഴിഞ്ഞുകൂടി. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോൾക്കോ റൂമിൽ പ്രവേശിക്കാൻ ഒക്കത്തില്ല. അഥവാ അവരൊക്കെ വാതിൽക്ക് വരെ വന്ന് നിന്നിട്ട് പോകാമെന്നല്ലാണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ സകല കാര്യങ്ങളും അങ്ങോട്ട്, കാരണം ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ ഒരു മരുന്ന് പോലും നമ്മുടെ ഒരു ആയുർവേദ മെഡിസിൻ എനിക്ക് കഴിക്കാൻ സാധിച്ചില്ല. റെസ്റ്റ് എടുത്തില്ല ഞാൻ. കാരണം കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. റൂമിലിരിക്കുകയാണെങ്കിൽ കൂടി നമ്മുടെ മനസ്സിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണല്ലോ, എന്തും സംഭവിക്കാം എന്നുള്ളൊരവസ്ഥയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ കാര്യങ്ങളൂടെ ആയപ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി കുഞ്ഞിനെ റെഫർ ചെയ്യണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ളതായി.
അങ്ങനെ ഞാൻ എൻ്റെ 2-3 ഇടത്തൊക്കെ വിളിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ഒരിടത്ത് ബെഡ് ഫുള്ളാണ്, അവിടെ ഒരു വേക്കൻസിയുമില്ല, ഫുള്ള് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വേറൊരു ഗവൺമെൻറ്റിന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഏതായാലും ഞാൻ പോവുകയാണ്, എനിക്കിനി ഇവിടെ വീട്ടിൽ നിൽക്കാൻ ഒക്കത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സാകെ ഡള്ളാണ്, എനിക്കിനിയും എന്ന് വീട്ടിൽ വരാൻ സാധിക്കും എന്നുള്ള ടെൻഷനാണ് എനിക്ക്. പക്ഷേ അപ്പോഴും ഞാനൊരു നേഴ്സിംഗ് കഴിഞ്ഞ ആൾ, അല്ലെങ്കിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ള നിലയിൽ കുഞ്ഞിൻ്റെ പൾസ് റേറ്റും ഹാർട്ട് റേറ്റും അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് അറിയാവുന്നത് കാരണം എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു കുഞ്ഞിനൊന്നും സംഭവിക്കത്തില്ല. കാരണം അത്രയും നമ്മൾക്ക് കുറച്ചൊക്കെ മെഡിക്കലായിട്ട് വിവരങ്ങളുള്ളത് കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല. അതുപോലെ കുഞ്ഞിൻ്റെ പീഡിയാട്രീഷനെ വിളിച്ച് ചോദിക്കുകയും പുള്ളി പറയുന്ന കുറച്ച് മെഡിസിൻസ്, ലൂസ് മോഷന് മെഡിസിൻസ് ഇല്ല എങ്കിൽ കൂടിയും വെള്ളം കൊടുക്കരുത്, നമ്മുടെ ബ്രസ്റ്റ് ഫീഡാണ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ കൂടിയും വെള്ളം കൊടുത്തു നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറച്ച് നാൾ കൊണ്ടുപോയി. അതിനുശേഷം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് എന്നെയും കുഞ്ഞിനെയും കൂടെ ഒരു മുറിയിൽ അടച്ചു പൂട്ടി ഒരു മുറിക്കുള്ളിൽ അവർ വെച്ചു കുറേ സമയം. പിന്നെ ഹസ്ബൻഡിനെയും ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഞാനും കുഞ്ഞുമായിട്ട് ഒരു മുറിയിലായി. കുറേ നേരത്തിന് ശേഷം ഏതോ ഒരു ഡോക്ടർ വന്ന്, അറബി ഡോക്ടറോ ഈജിപ്ഷ്യൻ ഡോക്ടറോ വാട്ടവർ, അവർ വന്നിട്ട് നോക്കിക്കഴിഞ്ഞ് അവരെന്തൊക്കെ എഴുതി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എല്ലാം ഞങ്ങൾ ഉറപ്പിച്ചിട്ടാണ് വന്നത്, ഇനിയിപ്പം ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കാം എന്ന രീതിയിൽ ഉറപ്പിച്ചിട്ടാണ് വന്നത്. എങ്കിലും എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ, ഇവിടെ ബെഡില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൊച്ചിനെയും കൂടെ തിരിച്ചു വിടുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഇത് നീ പറയുന്ന സത്യമാണോ അതോ അവർ ശരിക്കും പറഞ്ഞതാണോ? ഞാൻ പറഞ്ഞു സത്യം തന്നെയാണ്. അപ്പം പുള്ളി പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, നിനക്ക് വീട് വിട്ടു പോകാൻ ആഗ്രഹമില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്കൊട്ടും ആഗ്രഹമില്ലായിരുന്നു. എങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ പോലുള്ള നമ്മൾക്ക് അത്രയും മെൻ്റലിയും അതുപോലെ തന്നെ ഫിസിക്കലിയും ഞാൻ വീക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസവും. എനിക്ക് വയറിനൊന്നും ഭക്ഷണം കഴിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള സമയത്ത് കഴിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഭക്ഷണം വിളമ്പി തരാനോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി തരാനോ വീട്ടിൽ ആരുമില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒരു സമയത്ത് പുള്ളി ഫ്രീ ആവുന്ന ടൈമിലായിരിക്കും കിച്ചണിൽ കയറുന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് വരുത്തിക്കും. അതും ഏതെങ്കിലുമൊക്കെ സമയത്താണ് കൊണ്ടുവരുന്നത്. കാരണം കൊറോണ കാലമാണ്, അങ്ങനെ പെട്ടെന്നൊന്നും കൊണ്ടുതരാനൊന്നും പറ്റത്തില്ല. അങ്ങനെ എപ്പോഴേലുമൊക്കെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത് ചിലപ്പോൾ 5 മണിക്കായിരിക്കാം, രാവിലത്തെ ഫുഡ് കഴിക്കുന്നത് 11 മണിക്കായിരിക്കാം. അങ്ങനെ ഒരു റെഗുലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്നിരുന്ന് വയറെല്ലാം ചീത്തയായി, സമയത്തിന് ആഹാരം കഴിക്കുന്നില്ല. നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയമാണ്, നമ്മൾ ആഹാരം കഴിക്കണം, പ്രോപ്പറായിട്ട് ഒരുപാട് ആഹാരം കഴിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ മരുന്ന് കഴിക്കേണ്ട സമയമാണ്. ഞാനിതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഹെൽത്ത് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, മെൻ്റലി ഞാൻ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കുഞ്ഞിന് പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ദൈവം സഹായിച്ച്. എനിക്ക് ആ സമയത്തൊക്കെ ഞാൻ അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ ഒരു മുറിക്കുള്ളിൽ ഇങ്ങനെ കഴിയുകയാണ്. ഏകദേശം 1 മാസം കഴിഞ്ഞ് 1.5 മാസം കഴിയുന്നു. 2 തവണ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് പോസിറ്റീവ് തന്നെയാണ്. എൻ്റെ ഹോപ്പെല്ലാം പോയി. എനിക്ക് എന്തോ രാത്രി കാലങ്ങളിൽ ആരും തുണയില്ല, ആരോടും സംസാരിക്കാനില്ല. ഞാൻ കിടക്കുന്ന മുറിയിൽ നെറ്റിന് റീച്ചില്ല. അപ്പോൾ നമുക്ക് ആരോടും ഒന്ന് ഫോൺ ചെയ്ത് പറയാൻ പോലും ആരുമില്ല. എങ്കിൽ കൂടിയും എൻ്റെ വിഷമങ്ങൾ കേൾക്കാനും എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും 1-2 അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഡാനിഷ് സലീം എന്ന് പറഞ്ഞ ഡോക്ടറെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സാറിൻ്റെ ഫേസ്ബുക്ക് പേജായാലും യൂട്യൂബിലൊക്കെ സാറിൻ്റെ വീഡിയോസ് വളരെ വൈറലാണ്. സാറാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ഹോപ്പ് ഇട്ട് തരുന്നത്. കാരണം സാറിൻ്റെ വീഡിയോ വരുന്നുണ്ടായിരുന്നു 2 ആഴ്ചയ്ക്ക് ശേഷം. ശരീരത്തിൽ കൊറോണയുടെ ആ വൈറസുകൾ നെഗറ്റീവായി തുടങ്ങും, പക്ഷെങ്കിൽ നമ്മുടെ റിസൾട്ടിൽ റിമൈൻസ് പോസിറ്റീവ് തന്നെയായിരിക്കും കാണിക്കുക എന്ന് പറഞ്ഞിരുന്നു. അതും ഇങ്ങനെ മനസ്സിലേക്ക് കയറ്റി ഹസ്ബൻഡിനെ പോയി ഇടയ്ക്ക് കാണുമ്പോൾ ഞാൻ കൺവിൻസ് ചെയ്യും. എങ്കിലും പുള്ളിക്ക് അതുമായിട്ട് പുള്ളി യോജിച്ച് വരുന്നില്ല. കാരണം അത് ഔദ്യോഗികമായിട്ടൊന്നും അത് വരുന്നില്ല. ഔദ്യോഗികമായിട്ടൊന്നും പത്രത്തിലോ അല്ലെങ്കിൽ ന്യൂസിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം നമ്മുടെ പോളിസി അനുസരിച്ച് എപ്പം നെഗറ്റീവ് ആവുന്നോ അപ്പോഴേ ഉള്ളൂ കൊറോണയിൽ നിന്ന് നമുക്ക് വിമുക്തി എന്നതാണ് എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സാറ് മാത്രം പറഞ്ഞു ഇങ്ങനെയാണ്. ആ ഒരു ഹോപ്പിൽ ഞാൻ പതുക്കെ പുറത്തൊക്കെ രാത്രി കാലങ്ങളിൽ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മാസ്കൊക്കെ വെച്ച് എനിക്ക് പുറത്ത് പോകണം, അല്ലെങ്കിൽ ഞാൻ ഭ്രാന്ത് പിടിച്ച് ചാവും. അപ്പോഴത്തേക്ക് ഏകദേശം 1.5 മാസം കഴിഞ്ഞു. അങ്ങനെ ഞാൻ കുഞ്ഞിനെയും കൊണ്ട്
വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകും. അല്ലെങ്കിൽ പിന്നെ ഒരു 2 മാസമായി കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തൊക്കെ വെയിലൊക്കെ കൊണ്ടൊന്ന് നടക്കാൻ തുടങ്ങി. കാരണം അല്ലെങ്കിൽ നമ്മൾ ചത്ത് പോകത്തില്ലേ, നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ വീക്കാവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞിനെ അതിനിടയ്ക്ക് ഒരു നല്ല മനസ്സുള്ള ഒരു ഡോക്ടർ, അബ്ദുള്ള എന്ന് പറഞ്ഞ ഡോക്ടറാണ്, അവിടുത്തെ ലൈഫ് ലൈനാണോന്ന് ഓർക്കുന്നില്ല, ഏതോ ഒരു വലിയ ഹോസ്പിറ്റലിൽ ഈ ഡോക്ടർ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. കൊറോണ ടൈം എന്നറിഞ്ഞുകൊണ്ട് ഞാൻ അത്രയും ബുദ്ധിമുട്ടി. ആ സമയത്ത് കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ എന്നെയും സാറ് നോക്കി, കുഞ്ഞിനെ നോക്കി. സാറ് വളരെ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെ നമ്മൾ നേരിട്ട് കാണുക എന്ന് പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞത്, നിനക്ക് ടെൻഷനാണ്, നിൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ്, നീ ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നത്, നിനക്കൊരു കുഴപ്പവുമില്ല, നിൻ്റെ കുഞ്ഞിനൊരു കുഴപ്പവുമില്ല, അവളും പെർഫെക്റ്റാണ് എന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴാണ് പുള്ളിയുടെ മുഖത്ത് ഒരു പ്രകാശം വീണത്. അതുപോലെ ഞങ്ങൾക്കും സമാധാനമായി തിരിച്ച് വീട്ടിൽ വന്നു. അതിനുശേഷം ഞാൻ പതുക്കെ പുറത്തൊക്കെ അധികം ഇറങ്ങി നടക്കത്തില്ലെങ്കിൽ കൂടി പതുക്കെ നടക്കാൻ തുടങ്ങി. പക്ഷേ ക്രമേണ എനിക്ക് തോന്നുന്നു ഞാൻ ആ മുറിയിലിരുന്ന് അപ്പോഴും പൂർണ്ണമായിട്ടും നമ്മളുടെ റിസൾട്ടൊന്നും നെഗറ്റീവ് ആകാത്ത കാരണം മുറിക്കുള്ളിൽ തന്നെയായിരുന്നു ഓൾമോസ്റ്റ് ടൈം. അപ്പോഴത്തേക്കും ഞാനൊരു പരുവത്തിലെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട് ഷാർജയിലുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇതുപോലെ തന്നെ ചർച്ചിൻ്റെയൊക്കെ വകയായിട്ട് ഇതുപോലെ കൊറോണ വന്നവരെയും മാനസികമായിട്ട് കൊറോണയൊക്കെ വന്ന ആളുകൾ മാനസികമായിട്ട് തകർന്നടിഞ്ഞ് തരിപ്പണമായിട്ടിരിക്കുന്ന സമയമാണ്. കാരണം എല്ലാവരെയും ജോലി പോയി, ഒരുപാട് പേരെ ജോലി പോയി, ഹെൽത്ത് പരമായിട്ട് വളരെ വീക്കാണ്, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സും ആളുകളൊക്കെ ഒരുപാട് പേര് മരിച്ചുപോയി. ഹോപ്പില്ലാത്ത സമയത്ത് ചർച്ചിൻ്റെ വകയായിട്ടൊക്കെ ഇങ്ങനെ ഡോക്ടേഴ്സിനെയും ചർച്ചിൻ്റെ വകയായിട്ട് മാത്രമല്ല ഒത്തിരി സന്നദ്ധ സംഘടനകൾ ആ സമയത്ത് ആളുകളെ ഒരുപാട് സഹായിക്കുന്നുണ്ടായിരുന്നു. ചാരിറ്റികൾ, വസ്ത്രങ്ങൾ, ആഹാരങ്ങൾ, അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിച്ച് കൊണ്ടു കൊടുക്കും. ഇങ്ങനെയുള്ള ലേബേഴ്സ് ക്യാമ്പുകളിൽ അല്ലെങ്കിൽ ചെറിയ ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു. അത് ഞാൻ അറിഞ്ഞു. അതുമാത്രമല്ല ഇപ്പോഴും ആ വഴിപാടുകളൊക്കെ ചിലതൊക്കെ പെൻഡിങ്ങും ആയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ ഒരുപാട് ആളുകളെ നാട്ടിലൊക്കെ അയക്കാൻ സാധിച്ചു. അതിനുശേഷം നാട്ടിൽ ചെന്നിട്ട് കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം നമ്മളെയൊക്കെ ഇത്രയും സഹായിച്ചതിനെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോഴും ചിലരൊക്കെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കാറുമുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ ഏത് നിലയിലെത്തിയെന്ന് പറഞ്ഞാലും ഒരുപാട് പൈസ ഉണ്ടെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തുണ്ടെന്ന് പറഞ്ഞാലോ മറ്റുള്ള ആളുകൾ ചിലപ്പോഴൊക്കെ നമ്മളെ ഒന്ന് ഓർത്തിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളോടൊന്ന് സ്നേഹപൂർവ്വം വിളിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അതൊക്കെയാണല്ലോ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് മറ്റു പലരുടെയും മനസ്സുകളിൽ ജീവിക്കാൻ കഴിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ കാര്യങ്ങളൊക്കെ പഴയപടി ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2020 ഈ സംഭവം നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. 2021 ഞങ്ങൾക്ക് ഈ അവാർഡ്സിന് ഓർക്ക റൂട്ട്സിൻ്റെ വോളണ്ടിയേഴ്സിനുള്ള അവാർഡ്സ് അവർ ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഒരു വലിയ ഫങ്ഷൻ പോലെയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് പോയി അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. എങ്കിൽ കൂടിയും പിന്നീട് അല്ലാതെ ഞാനിത് പോയി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആത്മാഭിമാനത്തോടു കൂടിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമ്മയെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കോവിഡ് വന്ന ഒരു പേഷ്യൻ്റ് നിലയ്ക്ക് അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിലൊരു വെളിച്ചമായി തീരാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുകയാണ്. കാരണം നമ്മളൊന്നുമില്ല എന്ന് കരുതി നമ്മൾ ഇരിക്കും തോറും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും നെഗറ്റീവ് ആണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നില്ലല്ലോ. യാതൊരു വിധത്തിലുള്ള ഹെൽത്ത് പരമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പരമായിട്ടോ അല്ലെങ്കിൽ എന്തവസ്ഥയിൽ കൂടെ മനുഷ്യൻ കടന്നു പോകാമല്ലോ. ആ അവസ്ഥയിൽ നമ്മൾ ഡിപ്രഷൻ അടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ വേറൊരു സൂയിസൈഡ് മെൻറ്റാലിറ്റിയിലോട്ട് കടന്നു പോകുന്നവരുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം, ഓരോ വാർത്തകളും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തൊക്കെ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക, കുറച്ച് സമയം ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. എങ്കിൽ കൂടിയും കുറച്ചൊക്കെ ഒന്ന് ഡിവോഷണൽ പരമായിട്ട് ദൈവികപരമായിട്ട് കുറച്ച് സമയം ഒന്ന് നീക്കി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കുറച്ച് നേരം ഒന്ന് മൗനമായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തൊന്ന് ചിന്തിച്ചു നോക്കുക. എനിക്കിതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കും, ഞാൻ ഈ കുഴിയിൽ തന്നെ വീണ് കിടന്നത് മതിയോ,
ഇപ്പോൾ ഫിനാൻഷ്യലായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് ഒത്തിരി കടങ്ങളുണ്ടാവാം, ആ കടത്തിൽ നിന്നും എങ്ങനെ ഏത് വിധത്തിൽ ആ കടത്തിൽ നിന്ന് എനിക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ 1 രൂപയായാലും 2 രൂപയായാലും എങ്ങനെ സേവ് ചെയ്യാം എന്ന് നമുക്ക് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു പുതിയ പാത തന്നെ നിങ്ങളുടെ മുന്നിൽ തുറന്ന് കിടക്കുക തന്നെയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഹെൽത്ത് പരമായിട്ട് എന്ത് അസുഖം ഉണ്ടെങ്കിലും നമ്മളുടെ മനസ്സിനൊരു പവർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ അസുഖം പകുതി കുറയും എന്നാണല്ലോ. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിലുള്ള പലതരം പ്രോബ്ലംസാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രോബ്ലംസ് ഉണ്ട്, അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്ക് സുഖവും ദുഃഖവും ഒരേപോലെ ഫേസ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ലൂപ്പിൽപ്പെട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കുഴിയിലകപ്പെട്ട് കിടക്കുകയാണ്, നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മുന്നോട്ടൊരു ഗമനം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയമെന്ന് ഞാൻ പറയുകയാണ്. നമ്മൾ ആ ഒരു കംഫോർട്ട് സോണിൽ കിടന്ന് കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ടൊരു ഗമനമില്ലാത്തത്. കംഫോർട്ട് സോണിൽ കിടന്ന് കറങ്ങുമ്പോൾ നമുക്ക് അവിടെ തന്നെ കൈയും കാലിട്ട് അടിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. നമ്മൾ അതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുന്ന പാത കല്ലും മുള്ളും നിറഞ്ഞ പാത തന്നെ ആയിരിക്കാം. പക്ഷേ അതിനെ നിങ്ങൾ ചൂസ് ചെയ്യൂ. നിങ്ങളതിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കുറച്ച് നാൾ അത് അനുഭവിക്കേണ്ടി വന്നാലും നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ ലോകം തന്നെ തുറന്ന് കിടപ്പുണ്ടെന്നുള്ള യാതൊരു സംശയവുമില്ല. എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട് ഈ ലോകത്ത്, ഒന്നിനും സൊല്യൂഷൻസ് ഇല്ലാതില്ല. നിങ്ങളിപ്പം സ്വയം നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അത് പറഞ്ഞു തരാൻ കഴിവുള്ള, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെൻറ്ററായിട്ടോ ലൈഫ് കോച്ചായിട്ടോ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും പോയിട്ട് ഉപദേശം നിങ്ങൾക്ക് തേടാവുന്നതാണ്. എല്ലാ വിധത്തിലും അവർ ചിലപ്പോൾ നിങ്ങളിലുള്ള ആ ഒരു പവർ, എല്ലാ മനുഷ്യർക്കും അവൻ്റേതായ ഒരു പോസിറ്റീവ് തലമുണ്ട്, നെഗറ്റീവ് മാത്രമല്ലല്ലോ, പോസിറ്റീവ് തലമുണ്ട്. ആ ഒരു തലത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു പുതുജീവിതം തന്നെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. ഓക്കെ, ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഒരു അമ്മ എന്ന നിലയിൽ, അല്ലെങ്കിൽ ആരും തുണയില്ലാത്ത ഒരവസ്ഥയിൽ അങ്ങേയറ്റം മാനസികമായിട്ടും പിന്നെ ഫിസിക്കലായിട്ടും തകർന്ന തരിപ്പണമായ ഒരവസ്ഥയിൽ നിന്ന് ഞാൻ ഒരു നിമിഷത്തിൽ ജീവിതത്തിലേക്കൊരു പ്രകാശം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് വേറൊരു രൂപത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ കടന്നു വരാം. പക്ഷേ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നാളെ എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം. അല്ലാതെ കിടന്ന ഇടത്ത് തന്നെ ഇരുന്നുകൊണ്ട് ചിന്തിച്ച് ആ സിറ്റുവേഷനെ കൂടുതൽ വഷളാക്കരുത്. എൻ്റെ ജീവിതത്തിൽ നല്ലത് വരും, എനിക്ക് ഈ ഘട്ടത്തിൽ ജീവിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവലിൽ എനിക്ക് എത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ ഇന്ന് തൊട്ടേ ചിന്തിച്ച് തുടങ്ങും. നിങ്ങളുടെ ലൈഫ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനിയും കൂടുതൽ എന്തെങ്കിലും കൗൺസിലിംഗ് പരമായിട്ടോ മറ്റ് ഹീലിങ്ങോ ഒരു ലൈഫ് കോച്ച് എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. എൻ്റെ നമ്പറും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോയിൻമെൻ്റ് എടുത്ത് വിളിച്ചാൽ മാത്രം മതിയാകും. ഓക്കെ, നിങ്ങൾക്കൊക്കെയും നല്ലൊരു ദിവസങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു ജീവിതം ഓരോരുത്തർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ഒരുപാട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയെന്ന് എനിക്കറിയാം, എങ്കിൽ കൂടിയും ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ സഹിച്ച് ഇതിരുന്ന് കേൾക്കാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഒരു നല്ല ഭാവി ഉണ്ടാവുമെന്ന് ഞാൻ സിൻസിയറായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ വിഷമങ്ങൾ ഇങ്ങനെ ആരോടും തുറന്ന് പറയാതെ, അല്ലെങ്കിൽ മറ്റൊരാൾ അറിഞ്ഞാൽ അത് നാണക്കേടാവുമോ, അല്ലെങ്കിൽ എൻ്റെ അമ്മയോട് പറയാൻ പറ്റുമോ, എൻ്റെ സഹോദരനോട് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു കൗൺസിലറോട് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാകുമോ, എന്നെ ഒരു മോശമായിട്ട് കാണത്തില്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എങ്ങും എത്താൻ സാധിക്കത്തില്ല. ലോകത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും അല്ലാതായിരിക്കാം മറ്റുള്ളവരെ അപേക്ഷിച്ച്. ഓക്കെ, ലോകത്ത് ആരും സുഖമായ വഴി കൂടെ കടന്നു പോകുന്നില്ല എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ പുറമേ കാണുന്ന പകിട്ടിലോ ആനന്ദത്തിലോ ഒന്നുമല്ല നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ജീവിതവും കല്ലും മുള്ളും നിറഞ്ഞ ജീവിതം തന്നെയായിരുന്നു. അത്ര സുഖകരമായ ഒരു വഴിയിലൂടെ ആർക്കും എങ്ങും എത്താൻ സാധിക്കത്തില്ലെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ